നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മകൾക്കൊരു സർക്കാർ ഉദ്യോഗസ്ഥനെ ഭർത്താവായിട്ട് കിട്ടുവാണല്ലോ. നടക്കില്ല ശിവദാസ, ഈ നിശ്ചയവും നടക്കില്ല, ഈ കല്യാണവും നടക്കില്ല. ഞാനാ പറയുന്നത്. അത് പറയാൻ അധികാരമുള്ള ആൾ ഇവിടെ നിപ്പുണ്ട്. എന്റെ കൂട്ടുകാരൻ ശേഖരൻ, അവൻ പറയട്ടെ. നക്കാപ്പിച്ച കാശിന് വേണ്ടി വീട് വീടാന്തരം കേറി ഇറങ്ങി വെള്ളം വിറ്റ് നടക്കുന്നവൻ എന്റെ നേരെ നിന്ന് കുറയ്ക്കുന്നു. ഇറങ്ങി പോടോ. മര്യാദയ്ക്ക്. അതെ, ഈ കൈ കൊണ്ട് എന്റെ അച്ഛന്റെ ദേഹത്ത് തൊടാൻ നിങ്ങക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് തൊട്ട് നോക്കിക്കേ, ഞാനൊന്ന് കാണട്ടെ. നിർത്തണി, എന്റെ ഡാഡിയുടെ നേർക്ക് കൈചൂണ്ടി സംസാരിക്കാറായോ നീ? മനീഷേ, ഇത്രയെങ്കിലും മര്യാദ ഞാൻ കാണിക്കുന്നുണ്ടെങ്കിൽ ഇയാൾ ശോഭ മാഡത്തിന്റെ ഭർത്താവാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാ. അവരോട് എനിക്കുള്ള ബഹുമാനം കൊണ്ടാ. എല്ലില്ലാത്ത നാവ് വെച്ച് എന്തും ഏതും വിളിച്ചു പറയാന്നുള്ള ഇയാളുടെ അഹങ്കാരം ഉണ്ടല്ലോ, അത് നിർത്തുന്നതാണ് നല്ലത്. ബഹളം വെക്കണ്ട. കൂടുതൽ ഷോ കാണിച്ചാലേ ഈ കൂടി നിൽക്കുന്ന നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് രാജപ്രതാപൻ ഇനിയും നാണം കെടും. എന്നാൽ അതൊന്നും കാണട്ടെ. എന്റെ ഡാഡിയുടെ നേർക്ക് തട്ടിക്കയറാറായോ നീ? ആഹാ, നിനക്ക് നേരത്തെ കിട്ടിന്റെ ചൂടാറിപ്പോയോടി. എടി, നിന്റെ ഈ ഡാഡി ചതിച്ചും മോഷ്ടിച്ചൊക്കെ കുറെ പണം ഉണ്ടാക്കിയെന്ന് വിചാരിച്ച് എന്തും പറയാന്നുള്ള അഹങ്കാരം മനസ്സിൽ വെച്ചേക്കണം. സ്വന്തം ചേട്ടനെ പോലും വഞ്ചിച്ച് ജീവിക്കുന്ന നിന്റെ ഡാഡിക്ക് എന്റെ അച്ഛനെ അധിക്ഷേപിക്കാൻ ഒരവകാശവും ഇല്ല. നിന്നിങ്ങനെ അലറാതെ മനുഷ്യ. നീ നിർത്തി നിന്റെ അലർച്ച. വെള്ളം വിൽക്കാൻ ചെന്ന് എന്റെ ഈ ചേട്ടനെ മയക്കി എടുത്തവളല്ലേ നീ? ആ നേരത്ത് കാശുണ്ടാക്കാൻ വേണ്ടി സന്ധ്യ നേരത്ത് ഉടുത്തൊരുങ്ങി കവലയിലെങ്ങാനും ചെന്ന് നിന്നാ പോരായിരുന്നു. ഇനി ഒരു വാക്ക് നീ മിണ്ടിപ്പോരുത്. രാജപ്രതാപന്റെ മകളുടെ ദേഹത്താണ് നീ കൈവച്ചത്. ഇനി ഈ നിശ്ചയം എങ്ങനെ നടക്കുമെന്ന് ഞാനൊന്ന് കാണട്ടെ. എല്ലാ അപശകനങ്ങളും ഒഴിഞ്ഞുപോയി. ഇനിയിപ്പൊ തുടങ്ങി വെച്ചത് മുഴുവനാക്കാമല്ലേ? നമുക്ക് ആ ചടങ്ങ് അങ്ങ് തുടങ്ങാം.
ഈശ്വര. ആ പിന്നെ ആഹാരം കഴിക്കാം. ആ, ആരും പോലെ കേട്ടോ, ആഹാരം കഴിച്ചിട്ടേ പോവൂ. ചെല്ല. അഭിലാഷേ, അച്ഛൻ എവിടെ? ഞാൻ കണ്ടില്ല. എന്താ മോളെ? അങ്കിളെ, അച്ഛനെ കാണാനില്ല. അതവിടെ പോയി. അവൻ അപ്പുറത്ത് എവിടെയെങ്കിലും കാണാം. ഞാൻ നോക്കിട്ട്. ഹരിച്ചേട്ടാ, ഒന്ന് വരുവോ? എന്താ അതിര്? ഞാനേ അച്ഛൻ എങ്ങോട്ട് പോയെന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ എവിടെയും കാണുന്നില്ല. എടാ അങ്കിൾ ഇത് എവിടെ പോയതാ? പുറത്തെവിടെയെങ്കിലും കാണും. നീ ടെൻഷൻ അടിക്കണ്ട. എന്ത് പോക്കരുതോ നിങ്ങൾ കാണിക്കുന്നത്?